ഒരു ദൈവസ്തുതി കീർത്തനം. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം. ചെങ്കടലിൽ പാത തെളിയിക്കുന്ന ദൈവം, മരുഭൂമിയിൽ മന്ന പൊഴിക്കുന്ന ദൈവം, എരിവേലിൽ മേഘതണൽ വിരിക്കുന്ന ദൈവം, ഇരുളിൽ സ്നേഹദീപം തെളിയിക്കുന്ന ദൈവം. സ്നേഹപിതാവായ ആ ദൈവത്തിൻ്റെ സ്നേഹപ്രകീർത്തനങ്ങൾ ജാതിമത ഭേദമന്യേ ഏറ്റുപാടുമ്പോൾ ആ ഗാനത്തിന് തൂലിക ചലിപ്പിച്ച ഗാനരചയിതാവ് ആ ഗാനത്തിൻ്റെ പിറവിയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവ മാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു ദൈവം, നിത്യജീവനെ ഇടുന്നു ദൈവം. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പരിചയപ്പെട്ടു. സന്തോഷത്തോടെ അദ്ദേഹം എന്നെ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ ആനുകാലിക ഗാന സംഗീതാത്മകതയൊക്കെ പറ്റി സംസാരിച്ചു. വേറെ ഒന്ന് രണ്ട് കാര്യം പ്രത്യേകമായി അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ആ ഗാനത്തിന് റിതമൊരുക്കിയത് നമ്മുടെ പ്രശസ്തനായ ഗായകൻ അഫ്സലാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ശ്രവിച്ചു ജാതിമത ഭേദമന്യേ ലോക മലയാളികൾ ഏറ്റുപാടാൻ തക്കവിധം ഈ ഗാനത്തെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒപ്പം ഈ ഗാനത്തെ ചേർത്ത് പിടിച്ച നിങ്ങൾക്കേവർക്കും സ്നേഹവും നന്ദിയും അർപ്പിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ തുടർന്നും ഗാനം രചിക്കുവാനൊക്കെയുള്ള വലിയ അനുഗ്രഹത്തിലേക്ക് ഈ ഉള്ളവനെയും നയിക്കുകയായിരുന്നു. നമുക്കറിയാം, അനേക ഹൃദയങ്ങൾ ഏറ്റുപാടി ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം. ഈ ഗാനത്തിൻ്റെ പിറവിയെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടാവാം. എങ്കിലും ഒരിക്കൽ കൂടി അത് ഞാനിവിടെ പങ്കുവെക്കുകയാണ്. 26 വർഷമായി ആ ഗാനം ഇറങ്ങിയിട്ട്. അതിൻ്റെ സ്നേഹാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയിരുന്നു. ഞങ്ങളെന്ന് പറയുമ്പോൾ ഈ ഗാനം ആലപിച്ച ബഹുമാനപ്പെട്ട സ്നേഹഗായകൻ മാർക്കോസ് ചേട്ടൻ, ഈ ഗാനത്തിന് ഈണം പകർന്ന സ്നേഹധനായ പീറ്റർ ചേരാനല്ലൂർ, ഇതിന് ഓർക്കസ്ട്ര നിർവഹിച്ച ശ്രീ പോളി തൃശ്ശൂർ പോളിച്ചേട്ടൻ, ഇത് നിർമ്മാണത്തിന് കാര്യങ്ങൾ എല്ലാം നിർവഹിച്ച പ്രിയങ്കരനായ സുധാകരൻ എന്ന് പറയുന്ന എൻ്റെ സ്നേഹ സഹോദരൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയുടെ ആ ഒത്തുചേരലിലാണ് ഈ ഗാനത്തിൻ്റെ ഉറവിടം. 1999 ഡിസംബർ മാസം ഞാൻ ഓർക്കുകയാണ്, പാലായ്ക്കടുത്ത് മുത്തോലപുരം ദൈവാലയത്തിൽ ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. അവിടെ ആ ബൈബിൾ കൺവെൻഷന് ഗാനം ആലപിക്കുവാൻ വരുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ പീറ്റർ ചേരാനല്ലൂർ എന്ന വ്യക്തിയാണ്. ഞാൻ അതിനു മുമ്പ് പീറ്റർ ചേരാനല്ലൂരിനെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം അവിടെ വരുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഉടലെടുത്തു. അതിന് കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ 1-2 ഗാനങ്ങൾ, ആ നാളിലിറങ്ങിയ ഗാനങ്ങൾ ജനപ്രീതി നേടിയ ഗാനങ്ങളാണ്. ആ ഗാനം എങ്ങനെയായിരുന്നു? ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ഇങ്ങനെ ഒരു മനോഹര ഗാനം. അത് പീറ്റർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. ഫാദർ ജോസഫ് പാമ്പിക്കൽ എഴുതി പീറ്റർ ഈണം പകർന്നിരിക്കുകയാണ്. ആ ഗാനം അന്ന് വളരെ പ്രശസ്തമായി എല്ലാ ഹൃദയങ്ങളും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ആ സംഗീത സമ്പന്നത പരിചയപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ രചനാ മേഖലയുള്ളതാണല്ലോ. മാത്രവുമല്ല, ആ നാളിൽ ഞാൻ ഒരു ഗാനം എഴുതി ഈണം പകർന്ന് ഒരുവിധം അത് എല്ലാവരും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ആ ഗാനം എങ്ങനെയായിരുന്നു? ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഇതായിരുന്നു ഞാൻ എഴുതി ഈണം പറഞ്ഞ ഗാനം.
പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനായ KP ബിനു, അദ്ദേഹം ഇപ്പോൾ അയർലൻഡിലാണ്. അദ്ദേഹമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ എൻ്റെ ഈ പാട്ടും പീറ്ററിൻ്റെ പാട്ടും അന്ന് ഒരുവിധം എല്ലായിടങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്, പാടുന്നൊക്കെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പീറ്ററിനെ കാണാനുള്ള ആഗ്രഹമുള്ളതുപോലെ തന്നെ ഈ പാട്ട് കേട്ടിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടാൻ അദ്ദേഹത്തിനും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹത്തോട് അറിയിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കാണാനിരിക്കവെയാണ് ഞാനൊരു അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് ഇൻ്റർവ്യൂ എഴുതാം എന്ന് കരുതി ഞാൻ ആ മുത്തോലപുരത്തെത്തി. ഞാൻ അദ്ദേഹത്തെ ഇന്ന് പരിചയപ്പെട്ടു. സന്തോഷത്തോടെ അദ്ദേഹം എന്നെ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ ആനുകാലിക ഗാന സംഗീതാത്മകതയൊക്കെ പറ്റി സംസാരിച്ചു. അങ്ങനെ ഇരിക്കവേ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബേബി ജോണേ പുതിയ വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആഗ്രഹമുണ്ട്. ആട്ടെ, ഗാനങ്ങൾ വല്ലതും ഉണ്ടോ? നമുക്കൊന്നിരിക്കണ്ടേ? ഞാൻ പറഞ്ഞു, തീർച്ചയായും നമുക്കിരിക്കാം, സന്തോഷമുള്ളൂ. അങ്ങനെ അത് പറഞ്ഞിട്ട് നമുക്കൊന്നിരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് ചോദിച്ചു, ബേബിച്ചൻ്റെ കയ്യിൽ രചനകൾ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഡയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഡയറി എടുത്തു. മറിച്ചപ്പോൾ ഒരു 8 ലൈൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു ദൈവം, നിത്യജീവനെ ഇടുന്നു ദൈവം, ആബാപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടണമേ. 8 ലൈൻ. ഇദ്ദേഹം ഇത് വാങ്ങി നോക്കി, ഇത് കൊള്ളാലോ എന്ന രീതിയിൽ വാങ്ങി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ദേവാലയത്തിനുള്ളിലേക്ക് കയറി. മുത്തോലപുരം ദേവാലയത്തിനുള്ളിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കീബോർഡുണ്ട്, അദ്ദേഹം അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഈ രചന എടുത്ത് വെച്ചു. ഞങ്ങളത് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ കരം കോർത്ത് പിടിച്ച് ആ ആൾത്താരക്കരിയിൽ നിന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് ചേർന്ന് ഒരു സംഗീത സമർപ്പണം ഒരുക്കുകയാണ് അങ്ങേക്ക് വേണ്ടി. നാഥ, ഈ ഗാനം ജനകോടികളുടെ ഹൃദയങ്ങൾക്ക് അനുഭവവും അനുഗ്രഹവുമായി അഭിഷേകവുമായി മാറുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം ഈ വരികളെടുത്ത് നോക്കിയിട്ട് പീറ്റർ വെറുതെ കീബോർഡിൽ ഇങ്ങനെ ഈ വരികൾ എന്നിട്ട് ഈ വരികൾ അതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണോ ദൈവം. പ്രിയരെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ 8 ലൈൻ തീർത്തു. ഇത് അവിടെ വെച്ച് തന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു മൂഡ്. പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അങ്ങനെ അത്രയും ഭാഗം തീർന്നു, പല്ലവി തീർന്നു, കോറസ് തീർന്നു. പിന്നീട് ഞങ്ങൾ പിരിഞ്ഞു. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ പീറ്റർ എന്നെ വിളിച്ചു എറണാകുളത്ത് നിന്ന്, ബേബി ജോണേ, അതിൻ്റെ അനുപല്ലവി കിട്ടി ട്യൂണ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്, എഴുതാമോ? ഞാൻ പറഞ്ഞു, അയച്ചു തരിക. അദ്ദേഹം ഫോണിലൂടെ എനിക്ക് ആ ട്യൂൺ പറഞ്ഞു. ഞാൻ വാക്മാൻ വെച്ച് ആ ഫോണിലൂടെയുള്ള ആ ട്യൂണ് വാക്മാൻ വെച്ച് റെക്കോർഡ് ചെയ്തു. ടങ് ഡിങ് ടിങ് ഡിങ് ടിങ് ടങ് 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 ഇങ്ങനെയുള്ള ഒരു ട്യൂണാണ് അത് വന്നിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, വെറുതെ ഒരു പ്രാർത്ഥന മാത്രം പോരല്ലോ, ഈ പ്രാർത്ഥനയുടെ ഉള്ളാർത്ഥം സ്നേഹ സന്ദേശം കൂടിയായിരിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതങ്ങളെ, അവരുടെ ജീവിതത്തിൽ ഏതു ചെങ്കടൽ പോലെയുള്ള പ്രശ്നങ്ങൾ വന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആ ചെങ്കടലിനെ മാറ്റിമറിച്ച് നമുക്ക് നേർവഴി തെളിക്കും. ഇനിയോ ഏതു മരുഭൂമി പോലെയുള്ള നിശൂന്യതകളിലും ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. എരിവയിൽ പോലെ ജീവിത പ്രശ്നങ്ങൾ അവിടെ സ്നേഹത്തണൽ വിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്.
ജീവിതം ഇരുൾ നിറഞ്ഞു, ഇനി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല, തീർന്നു എന്ന് പറയുന്ന നിമിഷമാണെങ്കിൽ പോലും ശക്തനായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇരുളിൽ സ്നേഹനാളമായി വഴിതെളിക്കും. അങ്ങനെ ഒരു അർത്ഥം വരുന്ന രീതിയിൽ ബൈബിൾ അധിഷ്ഠിതമായി, പ്രത്യേകിച്ച് ബൈബിളിലെ പഴയ നിയമം ഇസ്രായേൽ ജനതയെ നടത്തിയ ദൈവത്തിൻ്റെ ആ കരുതലിനെ കുറിച്ച് എഴുതി. ചെങ്കടലിൽ നീയെന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമല മുകളിൽ നീ നീതിപ്രമാണങ്ങൾ പകർന്നേകി. അദ്ദേഹം ഇട്ട ആ ഈണത്തിന് ചേർന്ന് പദങ്ങൾ നിരത്തുവാൻ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. പ്രിയരെ, പിന്നീട് ആ ഗാനം പൂർത്തീകരിച്ച് പിന്നെ അടുത്തത് ഇത് ആര് പാടും? അതിൻ്റെ പോളിച്ചേട്ടൻ അതിനു വേണ്ടി നല്ല ഓർക്കസ്ട്ര ഒരുക്കി. തൃശ്ശൂർ പോളിച്ചേട്ടൻ, പ്രശസ്തനായ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന അദ്ദേഹം മനോഹരമായതിനു ഒരു എനർജി, ഒരു ഊർജം കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ഓർക്കസ്ട്രേഷനായിരുന്നു അത്. പിന്നെ കോറസ്, നല്ല റിച്ചായ കോറസിനെ ആഡ് ചെയ്തു. ഇതിന് 12 വയലിൻ 12 എണ്ണമിട്ട് നമ്മുടെ തച്ചങ്കി സാറിൻ്റെ സ്റ്റുഡിയോ, അന്ന് വാഴക്കാലായിലാണ്, അവിടെ വെച്ച് ഈ ഗാനം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കി നടക്കുകയാണ്. അപ്പോൾ ചിന്തിക്കുന്ന ആര് പാടും? അപ്പം ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ ഈ ഗാനം ഒരുക്കുന്നത് ഗ്രഹലക്ഷ്മി മ്യൂസിക്കാണ്, കോഴിക്കോടുള്ള. അതിൻ്റെ മാനേജർ പ്രിയപ്പെട്ട സുധാകരൻ. അദ്ദേഹം പറഞ്ഞു, നമുക്കിതിന് എന്ത് ചെയ്യണം പീറ്ററെ, എന്താ ചെയ്യേണ്ടത്, ബേബി എന്താ ചെയ്യേണ്ടത്? പിന്നെ വല്ലതും ഉണ്ടോ? നമുക്ക് ദാസേട്ടനല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? സ്വപ്നം ദാസേട്ടനിലേക്ക് നീങ്ങി. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ദാസേട്ടന് പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തരങ്ങിണിക്ക് വേണ്ടി കൊടുക്കണം, തന്നെയല്ല സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കരാറ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് ഗ്രഹലക്ഷ്മി വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരുടെ നിയമ നടപടികൾ വെച്ച് വരുമ്പോൾ ദാസേട്ടൻ അങ്ങനെ പാടിക്കൊടുക്കാറില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞാൽ അത് തരങ്ങിണിക്ക് കൊടുക്കേണ്ടി വരും. ഏതായാലും ദാസേട്ടൻ കിട്ടില്ല. പിന്നെ എന്ത് ചെയ്യും? ദാസേട്ടൻ അല്ലെങ്കിൽ പിന്നെ അടുത്ത ഗായകൻ അത് KG മാർക്കോസ് ആയിരിക്കണം എന്നൊരു തീരുമാനം വന്നു. ഘനഗംഭീരമായ ശബ്ദത്തിലൂടെ മലയാളിയുടെ ഹൃദയം കവർന്ന മറ്റൊരു ഗായകൻ. അങ്ങനെ മാർക്കോസ് ചേട്ടനിലേക്ക് ഞങ്ങൾ എത്തപ്പെടുകയാണ്. മാർക്കോസ് ചേട്ടൻ ഈ ഗാനം ആലപിക്കുന്നു. അപ്പോൾ തന്നെ പീറ്ററിന് മറ്റൊരു ആശയം കൂടി ഉണർന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ ഫീമെയിൽ വേർഷൻ കൂടി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആര് പാടും? അങ്ങനെ ഗായത്രി എന്ന പ്രശസ്ത ഗായികയിലൂടെ ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം അതിൻ്റെ ഫീമെയിൽ വേർഷൻ കൂടി പാടുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട മാർക്കോസ് ചേട്ടനും ഗായത്രിയും ജീസസ് എന്ന ഗാനസമാഹാരത്തിന് വേണ്ടി ആലപിച്ച ഗാനം അത് എല്ലാ ഹൃദയങ്ങളും ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ആ ഗാനം ആലേഖനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്റ്റുഡിയോയിലുള്ള എല്ലാവരും പറഞ്ഞു, ഇതൊരു പ്രത്യേക അനുഭവമാണ്. അടുത്ത ക്യാബിനിലെ ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ, അവർ മിമിക്രി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അവർ ഓടി വന്നു ഇത് കേട്ടിട്ട്. അതുപോലെ ഒരു വൈബ് അവിടെ ദൈവം നൽകി. ഞങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ഉത്സാഹം തോന്നി. ആ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ഉണർവ് ഫീൽ ചെയ്തു. പ്രിയരെ, പിന്നീട് ആ ഗാനത്തെ ദൈവം അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ജനകോടികളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കുകയായിരുന്നു.
ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. തിരുദിനവും ദിവ്യഭോജ്യവുമാ ഈ ഉലകത്തിൻ ജീവനാൻ ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഇസ്രായേലിൻ നാഥരാക വാഴും മേഘ ദൈവം, വഴിയും സത്യം ജീവനമാൻ ദൈവം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം. വേറെ ഒന്ന് രണ്ട് കാര്യം പ്രത്യേകമായി അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ആ ഗാനത്തിന് റിതമൊരുക്കിയത് നമ്മുടെ പ്രശസ്തനായ ഗായകൻ അഫ്സലാണ്. അന്ന് അദ്ദേഹം റിതം സൈഡിൽ നന്നായി അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് ഈ ഗാന ആലാപന രംഗത്ത് കടന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എല്ലാം ഒരുക്കിയിരിക്കുന്നത് അഫ്സലാണ്. അങ്ങനെ അഫ്സലുമായി നല്ലൊരു കൂട്ടുകെട്ടുണ്ട്. അങ്ങനെ ആ ഗാനത്തെ ദൈവം അനുഗ്രഹിച്ച് അനേക ഹൃദയങ്ങളിൽ എത്തിച്ചു. ജാതി മതഭേദമന്യേ ഇന്നും അനേകം പേര് ആ ഗാനം പാടുന്നു. അപ്പോഴൊക്കെ ഹൃദയം മന്ത്രിക്കും, ദൈവമേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് നന്ദി. Jungle.